ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു വർക്കിംഗ് മോഡൽ ചെയ്യാം. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് കമൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ആ ഒരു വർക്കിംഗ് മോഡൽ റീക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വേണം. ഫസ്റ്റ് വൺ ആസ് യൂഷ്വൽ കാർഡ്ബോർഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ കാർഡ്ബോർഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് വേണം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കളർ ഷീറ്റ്സ് വേണം, അതുപോലെ തന്നെ ത്രെഡ് വേണം. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് തെർമാക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു വൈറ്റ് ചാർട്ടും പിന്നെ സിസേഴ്സ് ആൻഡ് ഗ്ലൂ. ഞാനൊരു പഴയ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. കാർഡ്ബോർഡിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിവിടെ എടുത്ത കാർഡ്ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 26.5 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്തും അതുപോലെ തന്നെ ഏകദേശം 22 സെൻറ്റിമീറ്റേഴ്സോളം വിടുത്തും വരുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 സർക്കിൾസ് വേണം. കാർഡ്ബോർഡ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ ചെറിയ സർക്കിള് ഞാൻ കാർഡ്ബോർഡിന് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇന്നർ പോർഷൻ വരുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് സർക്കിളിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 9 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതിൻ്റെ നേരെ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് ഏകദേശം 7 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഡയാമീറ്റേഴ്സ് വരുന്നത്. ആൻഡ് ഏറ്റവും ചെറിയ സർക്കിളിന് 2.5 ഓർ എബോവ് ആ ഒരു റേഞ്ചിലാണ് ഡയമീറ്റർ വരുന്നത്. ഇത് ഞാൻ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഡയമീറ്റർ നോക്കിയൊന്നും അല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഏകദേശം ഒരു അളവ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് കവർ ചെയ്തെടുക്കാം. ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഏത് ചാർട്ടിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ബ്ലാക്ക് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഭംഗി നമ്മുടെ മോഡലിന് കിട്ടും കേട്ടോ. കാർഡ്ബോർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഞാനിവിടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം കവർ ചെയ്യുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസ് എത്ര സൈസിലാണോ ഉള്ളത് അതിനേക്കാളും 4 വശത്തും കുറച്ചും കൂടെ ഒരു 3 സെൻറ്റിമീറ്റേഴ്സോളം കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് അതിൻ്റെ എഡ്ജസിലൊരു കട്ടിങ്സ് കൊടുത്ത ശേഷം ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ച ശേഷം അതിൻ്റെ ഒരു എഡ്ജും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാർഡ്ബോർഡ് മൊത്തത്തിൽ നല്ല വൃത്തിയിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഭാഗം ചെയ്ത പോലെ തന്നെ ബാക്കി 3 സൈഡും കൂടെ നമുക്ക് കവർ ചെയ്തിട്ടെടുക്കാം. അതിന് മുന്നായിട്ട് എക്സ്ട്രാ വരുന്ന എഡ്ജ് ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. കാർഡ്ബോർഡ് നമ്മളിപ്പോൾ 4 സൈഡ് ഒട്ടിച്ച് വൃത്തിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സർക്കിൾസ് കവർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സർക്കിള്, ഏറ്റവും വലിയ സർക്കിള് ഞാൻ റെഡ് കളർ വെച്ചിട്ടാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് സർക്കിൾ ഒരു പീച്ച് കളർ വെച്ചിട്ടും, പിന്നെ മൂന്നാമത്തെ സർക്കിൾ ഏറ്റവും ചെറിയ സർക്കിൾ ഞാൻ അതുപോലെ തന്നെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്, കവർ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ കളർ ചാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഗ്ലൂ തേച്ച് നമുക്ക് ഈ കളർ ഷീറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കാം. ഒട്ടിച്ച ശേഷം നമ്മൾ ആ ഒരു കാർഡ്ബോർഡിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലായിടത്തും കവറായിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ നമ്മുടെ സർക്കിൾ കിട്ടും. അങ്ങനെ നമ്മുടെ 2 സർക്കിളും റെഡിയാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷനൊക്കെ നിങ്ങളെ ചോയ്സിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു കളർ ഷീറ്റ് വെച്ച് ചെയ്തേ ഉള്ളൂ. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ സർക്കിൾസ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഓവം എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ ഓവം. ഇനി ഈ സർക്കിൾസ് എല്ലാം ഒന്നിന് മുകളിൽ ഒന്നായി ഗ്ലൂ ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ചാർട്ടാണ്. അത്യാവശ്യം തിക്നെസ് ഉള്ള ചാർട്ടോ അല്ലെങ്കിൽ തിക്നെസ് ഉള്ള എന്തെങ്കിലും പേപ്പർ ആയാലും മതി. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് സ്പേം കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ചെറിയ പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് തിക്നെസ് ഇല്ലാത്ത പേപ്പറാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് മോഡൽ വർക്ക് ആവാൻ ഇത്തിരി പാടായിരിക്കും. ഇനി ഈ ചാർട്ടിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൽ ഈ ഒരു സ്ട്രക്ചർ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിന് മുകളിലൂടെ അത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേ രൂപത്തിൽ ഒരു 5 സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓവത്തിന് സെൻറ്ററിൽ തന്നെ ഒരു ഹോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു നീഡിൽ പോലത്തെ സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ പെന്നുകൊണ്ടൊന്ന് ശ്രമിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓവത്തിന് ഹോൾ ഇടാൻ തൽക്കാലം ഈ പെന്നുകൊണ്ട് നടന്നു. പക്ഷെ നമുക്കിത് മാത്രം പോരാ, നമുക്കിനി കാർഡ്ബോർഡിലും ഇതുപോലെ ഹോൾസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും പെന്നുകൊണ്ട് നടപടിയാവില്ല. അതുകൊണ്ട് ഞാൻ കോമ്പസാണ് പിന്നീട് യൂസ് ചെയ്തത് കേട്ടോ. ഓവത്തിന് ഞാനിവിടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓവത്തിലേക്ക് സ്പേംസ് വരുന്ന രീതിയിൽ നമുക്ക് സ്പേംസിൻ്റെ ഒരു പാത്ത് വേ വരച്ചെടുക്കണം.
അപ്പോൾ ഞാനിവിടെ പെന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ക്ലെസ് പെന്നാണ് അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 5 സ്പേംസാണുള്ളത്. അപ്പോൾ ആ 5 സ്പേംസിന് 5 പാത്ത് വേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൽ ഒരു പാത്ത് വേ മാത്രം കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നമ്മളൊരു ഹോൾ ഇട്ടല്ലോ, ആ ഒരു ഹോളിലേക്ക് വരുന്ന രീതിയിൽ കുറച്ച് നീട്ടി വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ലൈൻസിൻ്റെ രണ്ടറ്റത്തും ഹോൾസ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കോമ്പസ് യൂസ് ചെയ്തിട്ട് ഓരോ ലൈനിൻ്റെയും രണ്ടറ്റത്തും ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് രണ്ട് ഹോളിനെയും കണക്ട് ചെയ്യാം. ഞാനിവിടെ വൂളൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് കളർ ചാർട്ട് വെച്ചാണോ ഈ ഒരു കാർഡ്ബോർഡ് കവർ ചെയ്തിട്ടുള്ളത് അതേ കളർ ത്രെഡ് യൂസ് ചെയ്യുന്നതാവും ബെറ്റർ ആയിട്ട് കിട്ടുക. സോ എൻ്റെ ചാർട്ട് പേപ്പർ ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തു. യെല്ലോ ചാർട്ട് വെച്ചാണ് നിങ്ങൾ കാർഡ്ബോർഡ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യെല്ലോ ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ത്രെഡിനെ നമ്മൾ വരച്ച ലൈനിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോളിലും കൂടെ നമുക്ക് കയറ്റി എടുക്കണം. ശേഷം നമുക്കതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഒരളവ് വെച്ചിട്ട് ആദ്യം ത്രെഡ് കട്ട് ചെയ്തു. ശേഷം അറ്റത്തുള്ള ഹോളിലും കൂടെ കയറ്റിയിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് കെട്ടുന്നത്. ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിയാൽ നമ്മുടെ വർക്കിംഗ് മോഡൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലൂസിൽ കെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ത്രെഡ് ചെയ്ത രൂപത്തിൽ തന്നെ മറ്റെല്ലാ ത്രെഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് സെൻറ്ററിലുള്ള ത്രെഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവത്തിൻ്റെ സെൻറ്ററിലോട്ട് പോകുന്ന ത്രെഡായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഓവത്തിൻ്റെ സെൻറ്ററിലൂടെ വേണം ടൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ നമുക്ക് ഓവത്തിനെ ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് അതിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്ററിൽ ഹോളാക്കി ആ ഒരു ത്രെഡും കൂടെ നമ്മൾ കെട്ടി. ഇപ്പോൾ 5 ത്രെഡും നമ്മളിവിടെ കെട്ടിയിട്ടുണ്ട്. ഇനി ഈ എല്ലാ കെട്ടുകളും ഓവത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഒന്ന് വലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്പേംസിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഓരോ ത്രെഡിലും ഓരോ സ്പേം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പേം ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു കാർഡ്ബോർഡുമായിട്ട് അത് ഒട്ടിപ്പോകും. അപ്പോൾ കറക്റ്റ് ആ നൂലിൻ്റെ വണ്ണത്തിന് മാത്രം കട്ട് ചെയ്തെടുത്താലേ വർക്കിംഗ് ആവുള്ളൂ. ഞാനിനി എല്ലാ ത്രെഡും വർക്കാവുന്നുണ്ടെന്നൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ എല്ലാം വിചാരിച്ച പോലെ തന്നെ സ്മൂത്തായിട്ട് തന്നെ മൂവ് ആവുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് തെർമോക്കോൾ ബോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓവത്തിനൊന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. ഇനി അങ്ങനത്തെ ബോൾസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ തെർമോക്കോൾ ഷീറ്റ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാൻ പറ്റും. പിന്നീട് നമുക്ക് അത് ഇഷ്ടമുള്ള കളർ ഒഴിച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ കളർ ചെയ്തെടുത്ത പോലെ കളർ ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഈ തെർമോക്കോൾ ബോൾസിനെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഹാഫായി കട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഗ്ലൂ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലൂ ചെയ്താലും പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിതിനെ ഹാഫായി കട്ട് ചെയ്ത ശേഷം ഓരോന്നോരോന്നായിട്ട് ഗ്ലൂ ചെയ്തെടുക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബോൾസും നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് മോഡലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ വർക്കിംഗ് മോഡൽ വർക്കിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. ഇത് ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ്റെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് കേട്ടോ. ശരിക്കും നമ്മുടെ സ്പേമിൻ്റെ ഹെഡ് പാർട്ട് മാത്രമേ ഓവത്തിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നുള്ളൂ. സ്പേമിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ ഓവത്തിൻ്റെ ന്യൂക്ലിയസുമായി ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വോൾ സ്പേം ഇതിലേക്ക് എൻ്റർ ആവുന്ന രീതിയിലാണ് ഈ റെപ്രസെൻറ്റേഷൻ നിൽക്കുന്നത്. എനിവേ, ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.